I can't, in all honesty, explain to the British people why they should spend their money on 2 layers of bureaucracy. That money could and should be spent on nurses, doctors, operation, GP appointments. In 2012, the former Health Secretary, Andrew Lansley, set up what was to become NHSE as part of hugely controversial and unpopular reforms described as so big you could see them from the moon. Hi, how are you doing? But go back a bit further to this man, Alan Milburn, also once a Health Secretary, now back in the Health Department and widely held to be behind this unexpected and bold decision. ഇംഗ്ലണ്ടിലെ NHS ഹോസ്പിറ്റലുകളെ കുറിച്ച് വലിയ രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോഴും നാട്ടിൽ നിന്ന് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും ധാരാളം ആൾക്കാരാണ് ഇപ്പോഴും UK അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ വിവിധ NHS ഹോസ്പിറ്റലുകളിൽ നേഴ്സായിട്ടും ഡോക്ടേഴ്സായിട്ടും മറ്റ് അനുബന്ധ തസ്തികകൾ എല്ലാം തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നാട്ടിലെ ചില ആൾക്കാർ UK കുറിച്ച് വലിയ കാര്യമായിട്ട് അറിവില്ലാത്തവരാകണം എന്നാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾക്കറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം UK NHS പിരിച്ചുവിടാനായിട്ട് പോകുന്ന 25,000 പേരുടെ ജോലി നഷ്ടപ്പെടും. ഇനിയിപ്പോൾ നാച്ചുറലൈസേഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ എല്ലാവരുടെയും ജോലി നഷ്ടപ്പെടും. നാട്ടിലേക്ക് നേഴ്സന്മാർ ഇനിയിപ്പോൾ തിരിച്ചു പ്രവഹിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് ഇതേപോലെയുള്ള ചാനലുകളിൽ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. Over the next 2 years, NHS England will be brought into the department entirely. These reforms will deliver a much leaner top of the NHS, making significant savings of hundreds of millions of pounds a year. That money will flow down to the front line to cut waiting times faster and deliver our plan for change. So I'm Amanda, hello. The chief executive of NHSE, who is leaving along with a raft of senior figures, presumably because they did know their jobs were on the line. ഇവിടുത്തെ BBC അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ സൺ പത്രങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ വാർത്തകൾ ചെയ്യുന്നത്. പക്ഷേ ഈ ന്യൂസ് പേപ്പറുകളിൽ ഒന്നും തന്നെ UK ഇംഗ്ലണ്ടിനെ പിരിച്ചുവിടാനായിട്ട് പോകുന്നുള്ളൊരു വാർത്ത എങ്ങും തന്നെ കണ്ടിട്ടില്ല. അപ്പം നാട്ടിൽ ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോൾ നാട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇപ്പോൾ UK വിവിധ NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ നാളെ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ എന്താണ് അവരുടെ അവസ്ഥ എന്നതിനെക്കുറിച്ച് അവർക്ക് വലിയ പേടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പരിതാപകരമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ജോലിയില്ലാതൊക്കെ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൈവമേ ഇനി എന്താകും എന്നുള്ള ഒരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലേക്ക് ഈ ഭീതി പരത്തുന്ന ഒരു വാർത്ത കൂടി വരുന്നത്. നിങ്ങളെല്ലാവരും അറിയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK NHSലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇത് ഇംഗ്ലണ്ട് NHSലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞ ജൂലൈ 2024 അപ്പോൾ ആ വന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു UK 7.5 മില്യൺ അപ്പോയിൻമെൻറ്റുകളാണ് NHSലേക്ക് പെൻഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കണം. NHSലെ കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. മറ്റുള്ള എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അങ്ങനെയുള്ള കുറേ എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതിനെ പറയുകയാണ്. പക്ഷേ ഇതുവരെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുന്ന വെസ്ട്രീറ്റിങ് ഇതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കെയർ സ്റ്റാമർ അതിനുവേണ്ടി നല്ല ഹെൽപ്പും ചെയ്യുന്നുണ്ട്. 2012 മുതൽ UK NHS ട്രസ്റ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് NHS ഇംഗ്ലണ്ട് എന്ന വെള്ളാനയാണ്. കാരണം നമുക്കറിയാമല്ലോ, അവർ ഇഷ്ടം പോലെ ആൾക്കാരെയാണ് ആവശ്യമില്ലാതെ തസ്തികകളിൽ നിയമിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പൗണ്ട് മാസം തോറും അവർ ശമ്പളം പറ്റുന്നത്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ NHS റിക്രൂട്ട്മെൻറ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതല്ലേ, നാട്ടിലേക്ക് വന്നിട്ട് 6-7 പേരടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. കാരണം ഇവിടുത്തെ വലിയ വലിയ മാനേജർമാർ അതുപോലെയുള്ള വലിയ തസ്തികകളിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ വാർഷിക സാലറി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 1 ലക്ഷം പൗണ്ടിന് കൂടുതൽ വരുന്നതായിരിക്കും. സാധാരണ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏജൻസികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് ഇതേപോലൊക്കെ IELTS അല്ലെങ്കിൽ OET പാസ്സായി CBT കൂടെ പാസ്സായിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഓസ്കി ചെയ്തുകൊണ്ട് അവർ നേഴ്സായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻക്വയറിയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഏകദേശം 6.6 ബില്യൺ പൗണ്ടിൻ്റെ കമ്മിയാണുള്ളത്. അതായത് ഇത്രയും പണം ഇനിയും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പണം വേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള
വലിയ വലിയ സാലറി കൊടുക്കുന്ന എംപ്ലോയീസിനെ, അതായത് വലിയ പ്രയോജനം ഒന്നുമില്ലാത്ത ഇതേപോലെയുള്ള എംപ്ലോയീസിനെ കൊണ്ട് NHS ഇംഗ്ലണ്ടിന് യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ NHS ഇംഗ്ലണ്ട് ഇപ്പോഴും റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നു. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ഒരു NHS ഹോസ്പിറ്റൽ, ഇംഗ്ലണ്ടിലെ NHS ഹോസ്പിറ്റലുകളിൽ ആവശ്യമില്ലാത്ത തസ്തികകളിൽ ഇരിക്കുന്ന വലിയ വലിയ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ, അവരുടെ ശമ്പളം ഞാൻ പറയല്ലേ വലിയ ഉയർന്ന ശമ്പളമാണ്. ഒരു നേഴ്സിന് കിട്ടുന്ന 30,000 ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് കിട്ടുന്ന 40-45,000 ഒന്നും അല്ല. ഇതിനും മേലെയാണ് ഇവരുടെ സാലറി. പക്ഷേ ഇവരെ കൊണ്ട് വലിയ പ്രയോജനം NHS ഉണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ അവർ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ പിരിച്ചുവിടാനുള്ള ഒരു കാര്യമാണ് ഇപ്പോഴേ NHS ഇംഗ്ലണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം 13,000-ഓളം ഇതുപോലെയുള്ള എംപ്ലോയീസിൽ 6,500 പേരെ അവർ ഡിസ്മിസ് ചെയ്യുമെന്നാണ്. പക്ഷെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്തയിൽ ഇപ്പോഴവർ പറഞ്ഞിരിക്കുന്നത് 6,500 പേരല്ല, ഏകദേശം ഒരു 20,000-നും 30,000 ഇടയ്ക്ക് ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്. അവരെ എല്ലാം എടുത്ത് കളയുമെന്നാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ NHS ഇംഗ്ലണ്ടിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്ന അമൻഡ പിച്ചാർഡ് ഓൾറെഡി ഇപ്പോഴേ റിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർച്ച് 31 വരെയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഇതേപോലൊക്കെ വലിയ ടോപ്പ് പൊസിഷനുകളിൽ ഇരുന്ന പല ആൾക്കാരും ഇപ്പോഴ് റിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്തയെന്ന് പറഞ്ഞത് ഇതാണ്: NHSൽ സർക്കാർ നടത്തുന്ന സമൂലമായ പുനഃസംഘടന മൂലം ഇല്ലാതാക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ കുറഞ്ഞത് ഇരട്ടി ആകുമെന്നാണ് ഇപ്പോഴ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് ഒരു 10,000 ആയിരുന്നതിൽ നിന്ന് ഏകദേശം ഒരു 20,000-നും 30,000-നും ഇടയിൽ ഉയരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ NHSൻ്റെ 42 ഇൻ്റർഗ്രേറ്റഡ് കെയർ ബോർഡുകളിൽ, അതായത് ICBകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെയും NHS ഇംഗ്ലണ്ടിലും ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പിലും DHSയിൽ ജോലി ചെയ്യുന്ന 10,000 പേരുടെയും റോളുകൾ വെട്ടിക്കുറയ്ക്കപ്പെടും. കൂടാതെ ഇതിനകം തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. NHS ട്രസ്റ്റുകളുടെ ഗ്രൂപ്പിങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രാദേശിക ആരോഗ്യ സേവന സ്ഥാപനങ്ങളായ ICBകൾ അവർക്കിടയിൽ 25,000 പേരെ നിയമിച്ചിരുന്നു. NHS ഇംഗ്ലണ്ടിൻ്റെ വരാനിരിക്കുന്ന പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് സർ ജിം മാക്കി ഈ ഒരു വർഷാവസാനത്തോടെ, അതായത് ഈ ഒരു മാർച്ച് മാസത്തിൻ്റെ അവസാനത്തോടെ അവരുടെ പ്രവർത്തന ചെലവ് 50% കുറയ്ക്കാൻ ICBകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലുടനീളം പരിചരണം നൽകുന്ന 220 NHS ട്രസ്റ്റുകളോട് HR, ധനകാര്യം, ആശയവിനിമയം തുടങ്ങിയ കോർപ്പറേറ്റ് സേവനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ ഇപ്പോൾ തന്നെ സർ ജിം മാക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർക്ക് കൂടി ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് ആരോഗ്യ വൃത്തങ്ങൾ പറയുന്നു. ഇപ്പം ഈ ഒരു വാർത്ത ഇപ്പോഴേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്നപ്പോൾ വീണ്ടും വീഡിയോകൾ വന്നു. NHS ഇംഗ്ലണ്ടിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരെ, നേഴ്സസിനെ, ഡോക്ടേഴ്സിനെ എല്ലാം പറഞ്ഞു വിടാനായിട്ട് പോകുന്നുവെന്ന്. നമ്മളറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ NHS ഇംഗ്ലണ്ട് എന്നല്ല, ഇനിയിപ്പോൾ UK-ലെ NHS ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനോ ഒരു ഡോക്ടർക്കോ ഇനിയിപ്പം ഈ ഒരു NHSൽ ജോലി ചെയ്യുന്ന ഇതേപോലെയുള്ള ഒരു ജോലിക്കാരുടെയും ജോലി നഷ്ടപ്പെടത്തില്ല. കാരണം NHS ഇംഗ്ലണ്ടിന് നമ്മളുടെ ഇതേപോലൊക്കെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന നേഴ്സന്മാരെയോ ഡോക്ടറെയോ അവർക്ക് പറഞ്ഞു വിടാൻ അവർക്ക് യാതൊരു ധാരണയുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം ബ്രിട്ടീഷുകാരായിട്ടുള്ള ധാരാളം നേഴ്സസും ഡോക്ടേഴ്സും NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം അവരെ മാത്രം ജോലിയിൽ വെച്ചുകൊണ്ട് സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത എല്ലാവരെയും പറഞ്ഞു വിടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകൾ എങ്ങനെ പിന്നെ റൺ ചെയ്യുവരെ? അങ്ങനെ ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ പക്കൽ ഇതുവരെയും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാർ പടച്ചുവിടുന്നത്. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടോ, നിങ്ങൾക്ക് PR ഉണ്ടോ, അതോ നിങ്ങൾ വർക്ക് പെർമിറ്റിലാണോ, ഇങ്ങനെയുള്ള വേർതിരിവുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. നിങ്ങൾ ലീഗലാണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അതായത് നിങ്ങൾ വർക്ക് പെർമിറ്റിലാണോ നിൽക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഓരോ നേഴ്സിനും അവർ വർക്ക് പെർമിറ്റിലാണ് വരുന്നത്. അവർ 5 വർഷം കഴിയുമ്പോൾ അവർ PR കിട്ടും.
6ാമത്തെ വർഷം അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടുന്നതാണ്. അല്ലാതെ ഇങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ല. ഇനിയിപ്പോൾ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആൾക്കാരെ ഒരു നേഴ്സ്, സിറ്റിസൺഷിപ്പ് എന്നല്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു നേഴ്സാണെങ്കിൽ പോലും ഇവരെ ആരെയും ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ UK ഗവൺമെൻറ്റോ പിരിച്ചുവിടത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളാരും ഇതൊന്നും കേട്ടിട്ട് ഒരു കാരണവശാലും ഭയക്കരുത്. അങ്ങനെ ഒരു സംഭവം UK നടക്കത്തുമില്ല, ഒരിക്കലും നടക്കത്തില്ല. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോഴ് NHS ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ UK NHS ഹോസ്പിറ്റലുകൾ ഇപ്പോൾ സ്കോട്ട്ലൻഡോ അയർലൻഡോ വെയിൽസോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഇതേപോലെയുള്ള നേഴ്സസും ഡോക്ടേഴ്സും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 70% വിദേശികളാണ്. അപ്പോൾ അവരെ ഇല്ലാതെ എങ്ങനെ ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകൾ റൺ ചെയ്യും? അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെയുള്ളൊരു കാര്യം അവരുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ പടച്ചുവിടുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞവർക്ക് ധാരാളം കുട്ടികളാണ് ഇവിടെ വന്ന് നേഴ്സിംഗ് പഠിച്ചിട്ട് ഇപ്പോൾ ഓരോ ഭാഷയിൽ അവർ പുറത്തിറക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നുമുണ്ടെന്നാൽ പിന്നെ അവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടാൽ പോരെ. കാരണം അവർക്ക് നാച്ചുറലൈസേഷനോ അല്ലെങ്കിൽ അവർ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വർക്ക് പെർമിറ്റ് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അവർ ഇപ്പോഴും നേഴ്സായിട്ട് ജോലിക്ക് കയറി കഴിയുമ്പോഴാണ് ഈ NHS ഹോസ്പിറ്റലുകൾ അവർക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴാണ് അവർ വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഗവൺമെൻറ് ഈ ഇറങ്ങുന്ന 100 കണക്കിന് സ്റ്റുഡൻസിനെ അവരുടെ നാട്ടിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓരോ ഹോസ്പിറ്റലുകളും അവിടുന്ന് ഇറങ്ങുന്ന സ്റ്റുഡൻസിനെ അവർ തന്നെ അതേ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ UK ജോലി ചെയ്ത നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ ബന്ധുക്കളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ നാളെ നാട്ടിലേക്ക് ജോലിയും കളഞ്ഞിട്ട് തിരിച്ചു വരുമെന്നൊക്കെയുള്ള പേടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട യാതൊരു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും UK നടക്കുന്നില്ല. അവരാരും ഒരിക്കലും തിരിച്ചു വരത്തില്ല. അവർ ജോലി ചെയ്യാനാണ് വന്നെങ്കിൽ അവരിവിടെ ജോലി ചെയ്യും, അവർ പൈസ ഉണ്ടാക്കുകയും ചെയ്യും, അവർ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യും. അതോർത്ത് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. നമ്മളെ മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.